ഹലോ, ഇന്നൊരു കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണേ. ആദ്യം തന്നെ ഒരു ബോൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്സും കുറച്ച് ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു പിടി ഇട്ടാൽ മതിയോ. അതിലോട്ട് ഞാനിടുന്നത് 2 മുട്ടയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മുട്ട ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ലേശം പെപ്പർ പൗഡർ ഇടുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു ചെറിയ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് കൂടുതലുള്ളത് കാരണം 2 മുട്ട വേണ്ടി വരും ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈനായി കിട്ടാൻ. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് ഞാൻ മെൽറ്റ് ചെയ്തേക്കാണ്. ബട്ടർ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഓംലെറ്റിൻ്റെ മിക്സ് ആ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഷേപ്പിലേക്ക്, അതായത് ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് പയ്യെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുക. കാരണം സാൻഡ്വിച്ച് ആയത് കാരണം നമ്മളുടെ 2 ബ്രെഡ് സ്ലൈസസിൻ്റെ നടുവിലല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ പുറത്തേക്ക് അധികം ഊസ് ഔട്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഒതുക്കി ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇതിൽ വെജീസ് കൂടുതലാണ് ഞാൻ ഇട്ടേക്കണേ. അത് കാരണം നമ്മൾ ഒതുക്കിയാലും കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഇരിക്കുക. കാര്യം ഇത് സിമ്പിൾ റെസിപ്പി ആണെങ്കിലും ഭയങ്കര ഫില്ലിംഗ് ആയിട്ടാണൊരു റെസിപ്പിയാണ്. അതൊരെണ്ണം കഴിച്ചാൽ അത്യാവശ്യം നല്ല വിശപ്പ് മാറും. ലോട്ട്സ് ഓഫ് വെജീസ് ആൻഡ് എഗ് എല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ അത് ഒരു സ്ക്വയർ ഷേപ്പിലോട്ടാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. പുറത്തേക്ക് ഒഴുകി പോകുന്ന ആ മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക നടുവിലോട്ടായിട്ട്. ക്യാരറ്റും ക്യാബേജും ആയത് കാരണം നമ്മളത് സെപ്പറേറ്റ് വേവിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഓംലെറ്റിലോട്ട് ആഡ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ ഓംലെറ്റിൻ്റെ അടിഭാഗം നന്നായി കുക്കാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. വൺസ് അത് കുക്കായി കഴിഞ്ഞാൽ പയ്യെ നമ്മളത് മറച്ചിടാൻ പോവുകയാണ്. അപ്പോൾ മറിക്കുന്ന സമയത്ത് വെജീസ് കൂടുതലുള്ളത് കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു 3/4 ഭാഗം മറച്ചിട്ട് ബാക്കി സൈഡിൽ കൂടെ തിരിക്കുക ചെയ്തത്. അതിപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ. ഇപ്പോൾ ഇത്രയും വെജീസ് ഇല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ആക്കാൻ. ഞാൻ പിന്നെ മാക്സിമം വെജിറ്റബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്ര ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് ആ സൈഡും ഒരു 30 to 45 സെക്കൻഡ്സ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എവിടെയും ഊസ് ഔട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പയ്യെ അത് പാനിൽ നിന്നെടുത്ത് മാറ്റാം. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇതിലോട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ബട്ടർ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യാം, 2 സ്ലൈസ് ഓഫ് ബ്രെഡ്. പക്ഷെ ഞാനിവിടെ ഡ്രൈ ടോസ്റ്റാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആ സെയിം പാനിലോട്ട് ബ്രെഡ് തിരിച്ചും മറിച്ചും ഇട്ട് ആക്കാം. അതിനുശേഷം അടുത്തത് നമുക്ക് അസംബ്ലിംഗ് ആണ്. ഒരു പാൻ എടുത്ത് ഒരു സ്ലൈസ് ബ്രെഡ് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ നമ്മുടെ സ്പെഷ്യൽ ഓംലെറ്റില്ലേ, അത് ഇതിൻ്റെ മീതേക്ക് വയ്ക്കാം. ഇനിയാണ് നമ്മൾ കുറച്ച് സോസുകൾ ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഒരു ചെറിയൊരു സ്പൂൺ കെച്ചപ്പ് ഒഴിക്കുക. ഞാൻ ഹൈൻസിൻ്റെ കെച്ചപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പൂൺ മയണൈസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഹെൽമൻസിൻ്റെ മയണൈസാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത് നല്ല രുചിയുള്ള മയണൈസാണ്. അതിന് ശേഷം അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഓംലെറ്റിൻ്റെ മീതെ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് ഒരു സ്ലൈസ് ഓഫ് ചീസ് വെച്ച് കൊടുക്കാം. നമുക്ക് മോസറല്ല ചീസും വയ്ക്കാം, അല്ലെങ്കിൽ ചെഡാർ ചീസും വയ്ക്കാം. എൻ്റെ കയ്യിൽ ചെഡാർ ചീസാണുള്ളത്. അതിന് മീതെ ഒരു ഇച്ചിരി ഷുഗർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുകളിലത്തെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കഴിക്കാനുള്ള എളുപ്പത്തിന് ഞാനിതിനെ ഹാഫായിട്ട് കട്ട് ചെയ്യുവാണ്. ഒരു ബട്ടർ നൈഫ് വെച്ച് അതിൻ്റെ നടുവിൽ മുറിച്ച് കൊടുക്കാം. നല്ല വെജീസൊക്കെ ഉള്ളത് കാരണം ഭയങ്കര സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു നൈഫ് യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് കട്ട് ചെയ്യുവാണെങ്കിൽ ആ ചീസൊക്കെ കുറച്ചും കൂടി മെൽറ്റായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ മുറിച്ചിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ്. ഹെൽത്തിയാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. ബൈ.